ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജെയിൻ വ്ലോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം Simble.1 ലോഞ്ച് ആയിരിക്കുകയാണ്. അപ്പോൾ അവർ ഒഫീഷ്യലി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസംബർ 15 അവർ ഇറക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഒരു വാക്ക് പാലിച്ചിരിക്കുകയാണ്. അപ്പോൾ Simble.1 അങ്ങനെ അവസാനം ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ്. അപ്പോൾ വളരെ ഫേമസ് ആയ കമ്പനിയാണ് Simble1. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, കുറേ നാളായിട്ട് ഇഷ്യൂസൊക്കെ ഫേസ് ചെയ്ത കമ്പനിയാണ്. അവർക്ക് വണ്ടി ഇറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതുവരെ വണ്ടി ഇറക്കിയിരുന്ന വണ്ടി ആകപ്പാടെ 40 വണ്ടികൾ മാത്രമാണ് ഇറക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കാരണം ബുക്ക് ചെയ്ത ആൾക്കാരെല്ലാവരും വണ്ടി ക്യാൻസൽ ചെയ്യുന്നൊരു അവസ്ഥ നമ്മൾ കണ്ടത്. അപ്പോൾ ആ സമയത്ത് അവർ പറഞ്ഞത് ഞങ്ങൾ പുതിയ വണ്ടിയായിട്ട് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ വന്നിരിക്കുകയാണ്. അങ്ങനെ Simble.1 അവസാനം ലോഞ്ച് ആയിരിക്കുകയാണ്. നമ്മളതിൻ്റെ സ്പെക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ Simble1-ലുണ്ടായിരുന്ന അതേ സ്പെക്കാണ് ഇതിൽ ഫോളോ ചെയ്യുന്നത്. നമ്മുടെ മോട്ടറിൻ്റെ കപ്പാസിറ്റി പറയുകയാണെങ്കിൽ 8.5 കിലോവാട്ട് പീക്ക് പവർ തരുന്ന ഒരു PMSM മോട്ടറാണ് അത് ഉപയോഗിക്കുന്നത്. മിഡ് ഡ്രൈവ് മോട്ടറാണ് ഉപയോഗിക്കുന്നത്. അത് നമുക്കിപ്പോൾ 72 ന്യൂട്ടൺ മീറ്റർ ടോർക്കും തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ Simble1-ൻ്റെ ഉണ്ടായിരുന്ന അതേ ഒരു മോട്ടറാണ് ഇതിൽ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൈസസ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതാണ് എല്ലാവരും ഞെട്ടിക്കുന്ന പ്രൈസ്. അതിൻ്റെ പ്രൈസ് വന്നിട്ട് 99,999 രൂപ എക്സ് ഷോറൂമിൽ നിങ്ങൾക്ക് വണ്ടി സ്വന്തമാക്കാം. അതായത് 1 ലക്ഷം രൂപയ്ക്ക് ഒരു വണ്ടി സ്വന്തമാക്കാം. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം മിഡ് ഡ്രൈവ് മോട്ടറുള്ള വേറെ വണ്ടി ഇപ്പം എൻ്റെ അറിവിൽ ഇല്ലാന്ന് തോന്നുന്നു. ഈ സെഗ്മെൻറ്റിൽ ഇത്രയും പ്രൈസ് കുറച്ച് വേറെ വണ്ടിയൊന്നും ഇല്ല. കാരണം ഈ പ്രൈസ് നമുക്ക് കിട്ടുന്നത് വെറും BLDC മോട്ടോഴ്സിൻ്റെ വണ്ടികളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതുവരെ. അപ്പോൾ ഇവർക്ക് വണ്ടി ഇറക്കാൻ പറ്റുകയാണെങ്കിൽ, അത് ഞാൻ എടുത്ത് പറയുകയാണ്, വണ്ടി ഇറക്കാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ക്ലിക്ക് ആകാൻ ചാൻസ് ഉള്ള വണ്ടി തന്നെയാണ് Simble1. കാരണം അത്രയും നല്ല പവറാണ് വണ്ടി തരുന്നത്, അത്രയും നല്ല സ്പെക്കാണ് വണ്ടിക്കകത്തുള്ളത്. അതിൽ യാതൊരു മാറ്റവും ഇല്ല. പിന്നെ ആകപ്പാട് മാറ്റമുള്ളത് അതിൻ്റെ ബാറ്ററി പാക്കിലാണ്. അപ്പോൾ നമുക്ക് റേറ്റ് കുറയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം വണ്ടിയുടെ എന്താ പറയുക, അതിൻ്റെ ബാറ്ററി പാക്ക് എന്തായാലും കുറച്ചിട്ടുണ്ടാവും, ഡീഗ്രേഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ Simble1-ൻ്റെ ആദ്യം പറഞ്ഞിരുന്നത് നമുക്കത് ഉപയോഗിക്കുന്നത് ബാറ്ററി പാക്ക് എന്നിട്ട് 5 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ വന്നിട്ട് നമുക്കിപ്പം റേഞ്ച് കൂടുതൽ കിട്ടുമായിരുന്നു. അപ്പോൾ Simble.1 ആയപ്പോൾ അത് കുറച്ചിട്ടുണ്ട്. അപ്പോൾ ബാറ്ററി പാക്ക് നമുക്ക് പറയുകയാണെങ്കിൽ 3.7 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കാണ് ഉപയോഗിക്കുന്നത്. അതിനൊപ്പം തന്നെ സർട്ടിഫൈഡ് റേഞ്ച് വന്നിട്ട് 151 കിലോമീറ്റർ കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു സ്പെക്ക് ചെയ്യുന്ന വണ്ടി തന്നെയാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ പണ്ടത്തെ Simble1 ഉണ്ടായിരുന്ന അതേ ഒരു കാര്യമാണ് ഇതിൽ ഫോളോ ചെയ്യുന്നത്. സെയിം TFT സ്ക്രീനാണ് ഉപയോഗിക്കുന്നത്, സെയിം സോഫ്റ്റ്വെയർസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓവറോൾ ഡിസൈൻ സെയിം ആണ്, വലിയ കാര്യമായ ചേഞ്ചസ് ഒന്നും ഇല്ല. അപ്പോൾ ആകപ്പാടെ മാറ്റമുള്ളത് എനിക്ക് തോന്നുന്നു ചെറിയ ബൂട്ട് സ്പേസ് ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. നമുക്ക് Simble1-ൻ്റെ അകത്ത് 30 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ആണ് Simble1-ൽ കൊടുത്തുകൊണ്ടിരുന്നത്. അതേ സ്ഥാനത്ത് Simble.1 ആയപ്പോൾ 35 ലിറ്റേഴ്സിൻ്റെ ബൂട്ട് സ്പേസ് പറയുന്നുണ്ട്. അപ്പോൾ ചെറിയ വേരിയേഷൻ കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ബ്രേക്കിംഗ് സിസ്റ്റം പറയുകയാണെങ്കിൽ ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് എന്താ പറയുക ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. അത് കോംബി ബ്രേക്കിംഗ് സിസ്റ്റം വരുന്നുണ്ട്. കൂടാതെ 12 ഇഞ്ചിൻ്റെ അലോയ് വീൽസ് ആണ് ഉപയോഗിക്കുന്നത്. അത് ആക്ച്വലി എല്ലാം സെയിം തന്നെ, ഒരു മാറ്റമില്ല. പിന്നെ ആകപ്പാടെ മാറ്റമുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ബാറ്ററി പാക്ക് കുറച്ച് റേറ്റ് കുറച്ചിട്ടുണ്ട്, അതിൻ്റെ പവർ കുറച്ചിട്ടുണ്ട്. നമുക്ക് 3.7 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കാണ് വരുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതർ ഉപയോഗിക്കുന്ന 3.7 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഏതർ ഓലയൊക്കെ ഒരു കോമ്പറ്റീഷൻ കൊടുക്കാൻ വേണ്ടി ആ വണ്ടി ഇറക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് നല്ല കാര്യമാണ്, കോമ്പറ്റീഷൻ ഒക്കെ നല്ലതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു വണ്ടി ഇറക്കുന്നതിലും കൂടി ഇവർക്ക് കുറച്ച് കോമ്പറ്റീഷൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഓലയൊക്കെ ഇറക്കുന്ന പോലെ കുറച്ച് വണ്ടി അവർക്ക് കൂടെ ഇറക്കാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും കസ്റ്റമേഴ്സ് വണ്ടി എടുക്കും. പക്ഷേ ഇപ്പോഴത്തെ പോക്കുണ്ടെങ്കിൽ അറിയില്ല, എനിക്കൊന്നും ഇതിലും മികച്ച നന്നാവും തോന്നി പ്രാവശ്യം. കാരണം അത്രയും അവർ കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. കാരണം കുറേ ആൾക്കാർ ബുക്കിംഗ്സ് ഒക്കെ ക്യാൻസൽ ചെയ്തു. അപ്പോൾ അവർക്കൊക്കെ ഒരു സന്തോഷ വാർത്തയാണ് വന്നാണ് പറഞ്ഞത്. അപ്പോൾ സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നമുക്കിപ്പോൾ ആദ്യമേ Simble1 ബുക്ക് ചെയ്ത ആൾക്കാർക്ക് മാത്രമായിരിക്കും ഈ 1 ലക്ഷം രൂപയ്ക്ക് ഒരു വണ്ടി കൊടുക്കുക. അതായത് ഇൻട്രൊഡക്ടറി പ്രൈസ് ആയിട്ടാണ് ആ 1 ലക്ഷം പറഞ്ഞിരിക്കുന്നത്. നമുക്ക് സാധാരണക്കാരൻ വണ്ടി എടുക്കണമെങ്കിൽ, അതായത് നിങ്ങൾ ആദ്യം വണ്ടി ബുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വണ്ടി ഇപ്പോൾ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് വണ്ടിക്ക് കുറച്ച് റേറ്റ് കൂടും. അത് 1,20,000 രൂപ വരെ പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒഫീഷ്യൽ കൺഫർമേഷൻ ജനുവരിയിൽ ഒരു പുറത്ത് റിലീസ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി Simble1 ബുക്ക് ചെയ്ത ഒരാളാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് 1 ലക്ഷം രൂപയ്ക്ക് വണ്ടി ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ അപ്പോൾ സുഹാസ് വന്നിട്ട് അവരുടെ ട്വിറ്ററിൽ പേജിൽ പറഞ്ഞൊരു കാര്യമാണത്. അതായത് ഇത് ഇൻട്രൊഡക്ടറി പ്രൈസ് ഓൾറെഡി ബുക്ക് ചെയ്തവർക്ക് മാത്രമേ കിട്ടുള്ളൂ. അല്ലാത്ത ആൾക്കാർക്ക് 1,20,000 രൂപ വരെ പോകാം. അതിൻ്റെ ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നിട്ടില്ല, ഉടനെ കമ്പനിയുടെ ഭാഗത്ത് വരുന്നതാണ്. അപ്പോൾ ഡീറ്റെയിൽസ് കിട്ടുന്ന മുറിക്കാൻ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് വെച്ചാൽ മതി. അതുപോലെ നിങ്ങളുടെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ നോട്ടിഫിക്കേഷൻ ആദ്യമേ വരും ഞാൻ ഈ വീഡിയോസ് പുതിയ അപ്ലോഡ് ചെയ്യുമ്പോൾ. വേറെ കാര്യമുള്ളത് നമ്മൾ പ്രൈസ് നോക്കുകയാണെങ്കിൽ Simble1 നമുക്കിപ്പോൾ ആദ്യം ആൾക്കാർ ബുക്ക് ചെയ്തത് 1,58,000 രൂപയാണ് അതിൻ്റെ എക്സ് ഷോറൂം വില പറഞ്ഞത്. അതായത് ബാംഗ്ലൂർ ലൊക്കേഷൻ ഞാൻ പറയുന്നത്. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും വേണം ഇതിലേക്ക് സ്വാപ്പ് ചെയ്യാൻ പറ്റുക, സ്വിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ കൊടുത്ത് നല്ല കാര്യമാണ്. അതായത് 1 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് Simble.1 സ്വിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നല്ല കാര്യമാണ്. അപ്പോൾ അവർക്ക് ആക്ച്വലി നല്ലൊരു ന്യൂസ് തന്നെയാണിത്. അപ്പോൾ ക്യാൻസൽ ചെയ്ത ആൾക്കാരുടെ കാര്യം പറഞ്ഞിട്ടില്ല, അവർക്ക് മിക്കവാറും കിട്ടത്തില്ലായിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നത് എക്സിസ്റ്റിംഗ് ഓർഡർ ഉള്ള ആൾക്കാർക്ക് ഈ വിലയ്ക്ക് വണ്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം. അപ്പോൾ നല്ലൊരു ഡീൽ തന്നെയായിരിക്കും ഇത്. കാരണം വണ്ടി ഓൾമോസ്റ്റ് സെയിം ആണ്, ഡിസൈൻ വൈസ് എല്ലാം സെയിം ആണ്. ആകപ്പാടെ ബാറ്ററി പാക്ക് മാത്രമേ കുറച്ച് കുറവുള്ളൂ. അപ്പോൾ അത് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ഡീൽ തന്നെയായിരിക്കും 1 ലക്ഷം രൂപയ്ക്ക് വണ്ടി നിങ്ങൾ സ്വന്തമാക്കുകയാണെങ്കിൽ. അപ്പോൾ ആരെങ്കിലും ബുക്ക് ചെയ്ത ആൾക്കാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ അവരുടെ കസ്റ്റമർ കെയർ സംസാരിക്കാം, എന്നിട്ട് അവരത് അറേഞ്ച് ചെയ്യുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അടുത്ത ചോദ്യം ഉള്ളത് നിങ്ങൾ വണ്ടി ഇപ്പോൾ എടുക്കണോ വേണ്ടോ എന്നുള്ള ചോദ്യമായിരിക്കും. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ കുറച്ചാണ് വെയിറ്റ് ചെയ്യുന്നത് നല്ലത്. കാരണം Simble1-ൻ്റെ പാസ്റ്റ് അത്ര നല്ലതല്ല. കാരണം അവർ വണ്ടീനെ പറയും കുറച്ച് റേറ്റ് കൂട്ടും, അങ്ങനെ കുറേ ഇഷ്യൂസൊക്കെ അവർക്കുണ്ട്. അത് വണ്ടി ഡെലിവറി ചെയ്യാറില്ല. കാരണം ആകപ്പാടെ നമ്മൾ നോക്കിയാൽ 40 വണ്ടി എന്ന് പറയുമ്പോൾ വളരെ നിസ്സാരമാണ്. 2023 40 വണ്ടികൾ മാത്രമാണ് ഡെലിവറി ചെയ്തിട്ടുള്ളത്. അതൊന്നിട്ട് ബാംഗ്ലൂർ ലൊക്കേഷനിലേക്ക് മാത്രം. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ കുറച്ചാണ് വെയിറ്റ് ചെയ്യുക, അതിൻ്റെ ഗ്രോത്ത് എങ്ങനെ നോക്കിയിട്ട്, അതായത് കമ്പനിയുടെ പോക്കൊക്കെ നോക്കിയിട്ട് നിങ്ങളത് ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ജനുവരിയിൽ അത് പ്രീ ബുക്കിംഗ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ കുറച്ചാതെ വണ്ടി നോക്കുക, എന്നിട്ട് നോക്കിയിട്ട് മാത്രം ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതെൻ്റെ പേഴ്സണൽ അഭിപ്രായം മാത്രമാണ്. നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം.
അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാർക്ക് വേണേൽ ബുക്ക് ചെയ്യാം, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ അതൊക്കെ നല്ലത്, കുറച്ചാണ് വെയിറ്റ് ചെയ്തിട്ട് നോക്കിയിട്ടൊക്കെ ചെയ്യുന്നതൊക്കെ നല്ലത്. അപ്പോൾ എന്തായാലും വണ്ടി സ്പെക് വൈസ് നോക്കാൻ നല്ലതാണ്, നല്ലൊരു വണ്ടിയായിരിക്കും. അപ്പോൾ ടൈറ്റ് കോമ്പറ്റീഷൻ ഓലയ്ക്കും അതുപോലെ ഏതറിനും ബജാജിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന വണ്ടി തന്നെയാണ്. കാരണം 1 ലക്ഷം രൂപയ്ക്ക് ഒരു BLDC മോട്ടർ അല്ലാതെ വണ്ടി, അത് മിഡ് ഡ്രൈവ് മോട്ടർ കിട്ടുകയാണ് തീർച്ചയായിട്ടും നല്ലതാണ്. അപ്പോൾ ഞാൻ പറയുന്നത് നല്ല വണ്ടിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം, കണ്ട് പോക്കൊക്കെ നോക്കിയിട്ട് നമുക്ക് ബുക്ക് ചെയ്യാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ആ ഇൻഫർമേഷൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഞാൻ ഡൗട്ടിനെ കമന്റ് ബോക്സിൽ ഇട്ടാൽ ഞാൻ ആൻസർ ചെയ്യുന്നതാണ്. കൂടാതെ ഞാൻ എല്ലാ തവണയും പറയാറുള്ള പോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിലും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, മറ്റേ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ടിൽ ദെൻ ടാറ്റ, ബൈ ബൈ, ഹാവ് എ സേഫ് ഡ്രൈവിംഗ്, ടേക്ക് കെയർ.